നമ്മളൊന്നും നശിച്ചു പോയില്ല എന്ന് 4 പേർ അറിയണം. നമ്മൾ അങ്ങനെ അങ്ങ് തകർന്ന് താറടിയായി പോയില്ല. ദൈവം എന്നെ ഉയർത്തി. നോക്ക്, ഈ മനോദാരിദ്ര്യം കാരണമാണ് ഈ പെന്തക്കോസ് ഇന്ന് ഈ കോലത്തിലായിരിക്കുന്നത്. എന്താണെന്ന് പെന്തക്കോസ് സഭയ്ക്ക് പറ്റിയെന്ന് ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മളിത് കേട്ടാൽ നമുക്ക് പെന്തക്കോസ് സഭയ്ക്ക് പറ്റിയ എന്താണെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അല്ല, ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഈ ജൂൺ മാസം ആകുമ്പം സാധാരണ മെയ് മാസം അവസാനമൊക്കെ സാധാരണ കേരളത്തിൽ കാണുന്ന ഒരു കലാപരിപാടിയാണ് പാവപ്പെട്ട പിള്ളേർക്ക് ബാഗും പുസ്തകവും കുടയും വിതരണം ചെയ്യുന്ന മഹത്തായ പരിപാടി. നിങ്ങൾ കണ്ടിട്ടുണ്ടത്? ഞാൻ ഒരു പ്രാവശ്യം പോയി അതിനകത്ത് ഇരുന്ന് പോയിട്ടുണ്ട്. എൻ്റെ കർത്താവ്, ഇതുപോലത്തെ ഒരു പ്രോഗ്രാം. പാവപ്പെട്ട പിള്ളേർ ക്യൂ ആയിട്ട് വരുന്നു. അവരുടെ അപ്പനമ്മയും വിഷമിച്ച് അപ്പുറത്തിരിക്കുന്നു. പണക്കാരുടെ പിള്ളേർ കൊടുത്ത കാശുമായിട്ട് മേടിച്ച ബാഗ് അത് കൊടുത്ത് ഓരോ പാവപ്പെട്ടവനും ദരിദ്രൻ നമ്പർ 1, ദരിദ്രൻ നമ്പർ 2, ദരിദ്രൻ നമ്പർ 3 വിളിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ പറയുന്നത്, എൻ്റെ അപ്പന് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് ഇവരുടെ നിന്ന് ചാരിറ്റി മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ ഗതികേട്, എൻ്റെ അപ്പന് കഴിവില്ലാതെ പോയി. എൻ്റെ മനസ്സ് പറയുന്നു, ബിക്കോസ് ഈസ് ബ്രാൻഡഡ് ആസ് എ പുവർ പേഴ്സൺ. നിങ്ങൾ ആലോചിക്കുക, അതേ ക്ലാസ്സിൽ ഇപ്പുറത്തിരിക്കുന്ന പയ്യനുണ്ട്, അവൻ മുതലാളി, അവൻ്റെ അപ്പന് കാശുണ്ട്. ഈ കുട്ടിയുടെ ദാരിദ്ര്യം അപമാനിക്കപ്പെടുക. ഞാൻ ആ കുട്ടികളുടെ മൈൻഡ് കണ്ടോണ്ട്, ആ മുഖം കണ്ടോണ്ട് ഞാൻ ഒരു ദിവസം സ്റ്റേജിലിരുന്നു. ഞാൻ കുനിഞ്ഞിരുന്നു ഫുൾ ടൈം. എനിക്ക് അവരെ കാണാനുള്ള ശക്തിയില്ലായിരുന്നു. ഞാൻ സംഘാടകരോട് ചോദിച്ചു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ പിള്ളേരുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പരിപാടി നടത്താതെ തലേദിവസം അവരുടെ വീട്ടിൽ പോയി അവരുടെ അപ്പൻ്റെ കയ്യിൽ ബാഗ് കൊണ്ടു കൊടുത്തിട്ട് മക്കൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം കൊണ്ടുപോയി ആ ബാഗ് കൊടുക്കുമ്പോൾ ആ മക്കൾക്കൊരു സ്നേഹം അപ്പനോട് ഉണ്ടാവില്ലായിരുന്നു. ഇന്നിങ്ങനെ ചാരിറ്റി ചെയ്യാനേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും കൊടുത്താൽ, മനോരമയിൽ വന്നില്ലെങ്കിലും വേണ്ടില്ല, ഗുഡ് ന്യൂസിലെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പ്രയോജനം സഹോദരങ്ങളെ? വിധവമാർക്ക് സ്ഥിരം പരിപാടിയാണ് തയ്യൽ മെഷീൻ. ഇവരെല്ലാം കൂടെ തയ്ച്ച് എത്ര പേർ ഞാൻ ഇങ്ങനെയുള്ള ചാരിറ്റി വർക്കുകൾ കർത്താവിനത് അറപ്പാണെന്ന് ആത്മാവ് സാക്ഷ്യം പറഞ്ഞു. കാരണം ഇതിനകത്തെല്ലാം മനുഷ്യന്റെ മനോദാരിദ്ര്യത്തിന്റെ പ്രകടനങ്ങളാണ്. ദയവായിട്ട് നിങ്ങൾ എങ്ങനെയുള്ള ചാരിറ്റിക്കകത്ത് പോയി ചാടരുത്. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ ഇടങ്കൈ വലങ്കൈ അറിയാതെ കൊണ്ടേ കൊടുക്ക്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളെ പിള്ളേരെ ചിലപ്പം മുറിവേൽപ്പിക്കുമായിരിക്കും. ഒരു ചർച്ചിൽ ഒരു നല്ലപോലെ പാടുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്നു. അവർ ചെറുപ്പത്തിലെ സംഗീതം ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ള മ്യൂസിക്കൽ എക്സ്പെർട്ട്. അപ്പോൾ ഒരു ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാടാൻ അറിയാമെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ യൂത്തുകാർ പാസ്റ്റർ എല്ലാം പറഞ്ഞു, ഇനി നമുക്ക് ഈ ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്, സെന്ററിൽ നമ്മുടെ ചർച്ചിനായിരിക്കും ട്രോഫി. കാരണം എന്താ? ഒരു നല്ല പാട്ടുകാരിയെ കിട്ടിയിരിക്കുന്നു. പാട്ട് കോമ്പറ്റീഷൻ ഒരു 3-4 ഐറ്റം, സമൂഹഗാനം, ലളിതഗാനമാണോ അല്ലല്ലോ, ഭക്തി, എന്തെങ്കിലും ആട്ടെ, ഇതിൻ്റെ എല്ലാം അവാർഡ് നമുക്ക് കിട്ടും. അപ്പം കോമ്പറ്റീഷന് സമയമായി. ഈ സഹോദരി ചെന്ന് കണ്ട് പറഞ്ഞു, നമ്മുടെ പേര് കൊടുക്കട്ടെ സഹോദരി. പുള്ളിക്കാരി പറഞ്ഞു, കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളത് മത്സരിച്ച് പാടുകയില്ല. സത്യം പറഞ്ഞ ഇവർക്ക് ദേഷ്യം വന്നു. അതെന്തിന് ഇത്ര ആത്മീയം കളിക്കുന്നത്? ഇവർ ചോദിച്ചു. അന്ന് ആ സഹോദരി ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി. നമ്മളെ സംബന്ധിച്ച് എന്തതിശയമേ ദൈവത്തിന് സ്നേഹമൊന്നും ഞാൻ പാടുന്ന മറ്റവനേക്കാൾ നല്ലപോലെ പാടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. അത് മാർക്കിടാൻ ഒരാൾ പോയിരുന്നിട്ട് മാർക്കിടും. നീ എന്തതിശയമേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സംഗതി ശരിയായില്ല. ഇപ്പം നമ്മൾ പാടുന്ന എന്തിനു വേണ്ടിയാണ്? സംഗതി ശരിയാക്കാൻ വേണ്ടിയാണ്. അവർ പാടുന്നത് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാത്ത സിന്ധു നദി പോലെ എൻ്റെ ഉള്ളിൽ വന്ന് നിറയുന്നതുകൊണ്ടാണ് അവർ പാടുന്നത്. അപ്പോൾ വേറൊരുത്തൻ അതിനേക്കാൾ നല്ലപോലെ പാടുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവർക്ക് പറ്റത്തില്ല. ഇവർ തന്നെ ആത്മാവിൽ ദരിദ്രരാ. പിന്നെ വേറൊരുത്തൻ എന്നേക്കാൾ നല്ല പാടുന്നുണ്ടോ നോക്കാൻ, അവനോട് മത്സരിക്കാനോ ജയിക്കാനോ ട്രോഫി വാങ്ങിക്കാനോ ഇവരെ കൊണ്ട് പറ്റിയല്ല. അവരെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു.